TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി ലോക്കമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയെ ആസ്പദമാക്കിയുള്ള റിവിഷൻ ക്ലാസ്സും അതുപോലെ തന്നെ ആ ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഉൾപ്പെടെയുള്ള വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ആദ്യം മനസ്സിലാക്കുവാനുള്ളത് സ്ട്രക്ചർ ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ഉണ്ട്, ആക്റ്റിൻ ഫിലമെന്റും മയോസിൻ ഫിലമെന്റും. അതിലാദ്യം ഓർക്കേണ്ടത് ആക്റ്റിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചറാണ്. ആക്റ്റിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചറിൽ ഓർക്കുക, ജി ആക്റ്റിൻ, ഈ ഗ്ലോബുലാർ ഷേപ്പിലുള്ള ആക്റ്റിൻ, അത് ഫൈബ്രസ് പ്രോട്ടീനായിട്ട് എഫ് ആക്റ്റിനായിട്ട് മാറുന്നതാണ് അതിന്റെ ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ജി ആക്റ്റിൻ. അപ്പൊ പടം തന്നിട്ട് നിങ്ങളോട് ഇത് ഐഡന്റിഫൈ ചെയ്യുവാനും മാർക്ക് ചെയ്യുവാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓർക്കുക, ഇപ്പൊ ജി ആക്റ്റിൻ പോളിമറൈസ് ചെയ്തിട്ടാണ് എഫ് ആക്റ്റിൻ ഉണ്ടാകുന്നത്. എഫ് ആക്റ്റിന്റെ ഗ്രൂവിൽ കൂടി കാണുന്ന മറ്റൊരു പ്രോട്ടീനാണ് ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഈ ചരട് പോലെ കാണുന്ന ഈ പ്രോട്ടീൻ. ഇനി ട്രോപ്പോമയോസിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു റെഗുലർ ഇന്റർവെൽ ഡിസ്റ്റൻസിൽ കാണുന്ന മറ്റൊരു പ്രോട്ടീനാണ് ട്രോപ്പോണിൻ. ഈ കാണുന്നതാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ, ജി ആക്റ്റിൻ, എഫ് ആക്റ്റിൻ എന്നിവയാണ് ആക്റ്റിൻ ഫിലമെന്റിന്റെ കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. ഇനി മയോസിൻ ഫിലമെന്റിനെ കുറിച്ച് പറയുമ്പോൾ, മയോസിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചറിൽ അതിനൊരു ഹെഡ് പോർഷൻ ഉണ്ട്. ഈ ഹെഡ് പോർഷനെ ടെയിൽ പോർഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഒരു ആം ഉണ്ട്. അതിനെയാണ് ക്രോസ് ആം എന്ന് വിളിക്കുന്നത്. ഈ ഹെഡ് പോർഷൻ മേഡപ്പ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോട്ടീനെയാണ് HMM എന്ന് വിളിക്കുന്നത്. ഹെവി മീറോ മയോസിൻ, HMM, ഹെവി മീറോ മയോസിൻ എന്നും. ടെയിൽ പോർഷൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രോട്ടീനാണ് ലൈറ്റ് മീറോ മയോസിൻ അഥവാ LMM എന്ന് വിളിക്കുന്നത്. ഈ ഫിഗർ തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുവാനും മാർക്ക് ചെയ്യുവാനുമുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മാർക്ക് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ഇവിടെ ഈ ഹെഡ് പോർഷനിൽ ഇവിടെ ഒരു ATPase എൻസൈം ഉണ്ട്. ATPase എൻസൈംസ് അതുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ആക്റ്റിൻ ബൈൻഡ് ചെയ്യുന്ന സൈറ്റും ഉണ്ട്. അപ്പോൾ ഈ മയോസിൻ പ്രോട്ടീനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു വസ്തുതയാണ്, മയോസിൻ പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മോണോമെറിക് പ്രോട്ടീൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് മീറോ മയോസിൻ. മയോസിൻ പ്രോട്ടീനിന്റെ മോണോമർ ആണ് മീറോ മയോസിൻ. മയോസിൻ പ്രോട്ടീൻ തിക്ക് പ്രോട്ടീൻ ആണ്, തിക്ക് ഫിലമെന്റ് ആണ്. ആക്റ്റിൻ പ്രോട്ടീൻ തിൻ ഫിലമെന്റ് ആണ്. ഇവിടെ മയോസിൻ പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മോണോമറിനെ വിളിക്കുന്ന പേരാണ് മീറോ മയോസിൻ. മീറോ മയോസിൻ രണ്ട് ടൈപ്പ് ഉണ്ട്, HMM ഉം LMM ഉം. HMM എന്ന് വിളിക്കുന്നത് ഹെവി മീറോ മയോസിനും, ടെയിൽ റീജിയണിൽ കാണുന്ന ലൈറ്റർ പ്രോട്ടീൻ ആണ് LMM, ലൈറ്റ് മീറോ മയോസിൻ. ഈ ക്രോസ് ആം ഫോർമേഷനും അതുപോലെ ഇതിനകത്ത് ATPase എൻസൈം ഉണ്ട് എന്നുള്ള വസ്തുതയും ഓർക്കുക. ഇനി മസിൽ കോൺട്രാക്ഷന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഈ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്രോട്ടീൻ, അതായത് മയോസിൻ പ്രോട്ടീൻ, മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഈ മയോസിൻ പ്രോട്ടീൻ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും, അത് മൂവ് ചെയ്യില്ല, അനങ്ങില്ല. തിന്നായിട്ടുള്ള പ്രോട്ടീൻ, ആക്റ്റിൻ പ്രോട്ടീൻ ആണ് ആക്ച്വലി മൂവ് ചെയ്യുന്ന മസിൽ ഫിലമെന്റ് എന്ന് വിളിക്കുന്നത്. മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ മയോസിൻ പ്രോട്ടീനിന്റെ പുറത്തുകൂടെ ആക്റ്റിൻ പ്രോട്ടീൻ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഈ തിയറിയെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ തിക്ക് ഫിലമെന്റ് ആയ മയോസിൻ സ്റ്റാറ്റിക് ആണ്, മൂവ് ചെയ്യുന്നത് തിൻ ഫിലമെന്റ് ആയിട്ടുള്ള ആക്റ്റിൻ ആണ്. ഇനി ഒരു മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ആദ്യം മസിൽ കോൺട്രാക്ഷന് ഒരു സിഗ്നൽ
ഒരു മോട്ടോർ സിഗ്നൽ, മോട്ടോർ ന്യൂറോൺ മസിൽസിലേക്ക് കൊണ്ടുവരും. ഒരു ന്യൂറോണും മോട്ടോർ ന്യൂറോണും മസിലും കൂടെ ചേർന്ന ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ യൂണിറ്റ്. എ മോട്ടോർ ന്യൂറോൺ along with the muscle fiber is known as a motor unit. ഒരു ന്യൂറോണിന്റെ എൻഡ് മസിൽ ഫൈബറുമായിട്ട് ചേരുന്ന സ്ഥലമാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അഥവാ മോട്ടോർ എൻഡ് പ്ലേറ്റ്. The junction between a motor neuron and the sarcolemma of the muscle fiber is called neuromuscular junction or motor end plate. അപ്പോൾ മോട്ടോർ എൻഡ് പ്ലേറ്റ് അഥവാ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്തെന്നുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ന്യൂറോണും മസിലുമായിട്ട് ചേരുന്ന സ്ഥലമാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ മോട്ടോർ എൻഡ് പ്ലേറ്റ്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഒരു നെർവ് ഇമ്പൾസ് എത്തുമ്പോൾ ഫസ്റ്റിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ സിനാപ്റ്റിക് വെസിക്കിൾസ് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു എക്സാമ്പിൾ ആണ് അസറ്റൈൽ കൊളൈൻ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തിട്ട് ഈ മസിൽ ഫൈബറിൽ കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം റിലീസസ് കാൽഷ്യം അയോൺസ്, കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യപ്പെടുന്ന കാൽഷ്യം അയോൺസ് ആക്റ്റിൻ ഫിലമെന്റിന്റെ ട്രോപ്പോണിൻ സബ് യൂണിറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. കാൽഷ്യം അയോൺസ് ബൈൻഡ്സ് വിത്ത് ദ ട്രോപ്പോണിൻ സബ് യൂണിറ്റ്. ഈ ബൈൻഡിങ് നടക്കുമ്പോൾ ഇവിടെ ആക്റ്റിൻ ഫിലമെന്റിന് ഒരു സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ വന്നിട്ട് ഇവിടെ മയോസിൻ ഹെഡുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആകും. മയോസിനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആവും. എപ്പോൾ എക്സ്പോസ്ഡ് ആവും? ട്രോപ്പോണിൻ സബ് യൂണിറ്റിലെ കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ബൈൻഡിങ് നടക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇതിനകത്ത് ATP മോളിക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ATP മോളിക്യൂൾ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ATP ADP ആയിട്ട് മാറും. ADP ആയിട്ട് മാറുമ്പോൾ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റുമായിട്ട് ഒരു ടൈറ്റ് ബൈൻഡിങ്ങിൽ ഏർപ്പെടും. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ബ്രിഡ്ജ്. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കും. ഈ ഫിഗറിൽ കാണുന്നത് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷന്റെ ഡിഫറന്റ് സ്റ്റെപ്പുകളാണ്. അപ്പൊ ഇതും ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷന്റെ ഡിഫറന്റ് സ്റ്റെപ്പുകളാണ്. ആ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മയോസിൻ ഫിലമെന്റ് എന്ത് ചെയ്യും? ആക്റ്റിൻ ഫിലമെന്റിനെ വലിച്ച് അകത്തേക്ക് അടുപ്പിക്കും, H സോണിലേക്ക് വലിച്ചടിപ്പിക്കും. അപ്പൊ ആ ഒരു പ്രോസസ് നടക്കണമെന്നുണ്ടെങ്കിൽ എനർജി വേണം. ആ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ATPയുടെ ഹൈഡ്രോളിസിസിൽ നിന്നാണ് കിട്ടുന്നത്. ATP ADP ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ എനർജി കിട്ടും. ആ എനർജി ഉപയോഗിച്ച് ക്രോസ് ബ്രിഡ്ജ് മൂവ് ചെയ്യും. അപ്പം മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ATP ADP ഇൻഓർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറിക്കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യും? അടുത്ത് ഇത് ഡിറ്റാച്ച് ചെയ്യും. ഫോം ചെയ്ത ക്രോസ് ബ്രിഡ്ജ് ഡിറ്റാച്ച് ചെയ്യും. ഒരു പ്രാവശ്യം അത് മൂവ് ചെയ്തതിന് ശേഷം ഡിറ്റാച്ച് ചെയ്യും. ഡിറ്റാച്ച് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? വീണ്ടും ഒരു ATP മോളിക്യൂള് ഹൈഡ്രോളിസിസിന് വിധേയമാകും. അല്ലെങ്കിൽ ADP ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ATP ആയിട്ട് മാറും. ആ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കും. അപ്പൊ ഈ ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷനും അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് അത് എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്നത് ATP മോളിക്യൂളാണ്. ഇവിടെ മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഓർക്കുക, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് തിക്ക് ഫിലമെന്റ്സ് ആണ്. ഇതാണ് മയോസിൻ ഫിലമെന്റ്. ഈ തിന്നായിട്ട് വരച്ചിരിക്കുന്നതാണ് ആക്റ്റിൻ ഫിലമെന്റ്. ഈ ആക്റ്റിൻ ഫിലമെന്റുമായിട്ട് മയോസിൻ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആക്റ്റിൻ ഫിലമെന്റ് ഈ H സോണിനകത്തേക്ക് വലിച്ച് അടുപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഇതൊരു Z ലൈൻ ആണ്. ഐ ബാൻഡിന്റെ നടുക്ക് കാണുന്ന ഡാർക്ക് ലൈനാണ് Z ലൈൻ. അടുത്തടുത്തുള്ള രണ്ട് ഐ ബാൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. ഇവിടെ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിനെ അകത്തേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഈ സാർക്കോമിയറിന്റെ ഡിസ്റ്റൻസ് കുറയും. സാർക്കോമിയറിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞിട്ട് ഈ രീതിയിലേക്ക് മാറും. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ആദ്യത്തെ ഫിഗറിൽ കാണുന്നത് മസിൽ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് H സോൺ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ.
ഇത് ആക്റ്റിൻ ഫിലമെന്റ്, ഇത് മയോസിൻ ഫിലമെന്റ്. അടുത്ത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മയോസിൻ ഫിലമെന്റിന്റെ നീളം വ്യത്യാസപ്പെടുന്നില്ല, അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ആക്റ്റിൻ ഫിലമെന്റിന് എന്ത് സംഭവിക്കുന്നു? ഈ രണ്ട് ആക്റ്റിൻ ഫിലമെന്റിനെ രണ്ട് വശത്തു നിന്നും മയോസിൻ ഫിലമെന്റ് എച്ച് സോണിനകത്തേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. അടുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ഫിഗറിൽ നോക്കൂ, ഇവിടെ എച്ച് സോണിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു. ഇനി മസില് പൂർണ്ണമായിട്ടും കോൺട്രാക്ട് ചെയ്യപ്പെടുമ്പോൾ എച്ച് സോൺ ഇവിടെ ഡിസപ്പിയർ ആകുന്നു. ഇവിടെ രണ്ട് ആക്റ്റിൻ ഫിലമെന്റും ഓവർലാപ്പ് ചെയ്ത് വരുന്നു. ഓവർലാപ്പ് ചെയ്ത് വന്നിട്ട് എച്ച് സോൺ ഇവിടെ ഡിസപ്പിയർ ആവുന്നു. ഫുള്ളി കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? എച്ച് സോണിന്റെ ഡിസ്റ്റൻസ് കുറയുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? മൊത്തമായിട്ട് എച്ച് സോൺ അങ്ങ് അപ്രത്യക്ഷമാകുന്നു. ആക്റ്റിൻ ഫിലമെന്റ് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഫിഗർ റിലാക്സ്ഡ് സ്റ്റേറ്റിലുള്ള ഫിഗറും തന്നിരുന്നിട്ട് നിങ്ങളോട് മാക്സിമലി കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിലുള്ള ഫിഗർ വരയ്ക്കാൻ ആവശ്യപ്പെടാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പുകൾ പലപ്പോഴും എക്സാമിന് ഡിസോർഡർ ആയിട്ട് തന്നിട്ട് നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ സീക്വൻസിൽ എഴുതാൻ ആവശ്യപ്പെടാം, മിസ്സിംഗ് ലിങ്ക് തന്ന് എഴുതാൻ ആവശ്യപ്പെടാം. എന്തായാലും നിങ്ങൾ ഈ ഒരു സീക്വൻസ്, ആ ഒരു കൺസെപ്റ്റ് ഇതേ രീതിയിൽ പഠിച്ചു വെക്കുക. ആദ്യം എന്ത് സംഭവിക്കും? നെർവ് ഇമ്പൾസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ എത്തുന്നു, റീച്ചസ് ദ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യപ്പെടുന്നു. അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ സാർക്കോലെമ്മയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് കാൽഷ്യം അയോൺസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും റിലീസ് ആകുന്നു. ഈ കാൽഷ്യം അയോൺ എവിടെ എന്ത് ചെയ്യും? ട്രോപ്പോണിൻ സബ് യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. ആക്റ്റിൻ ഫിലമെന്റിന്റെ ട്രോപ്പോണിൻ സബ് യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ ആക്റ്റിൻ ഫിലമെന്റിലെ ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആകും. ആ എക്സ്പോസ്ഡ് ആകുന്ന ആക്റ്റീവ് സൈറ്റിലേക്ക് മയോസിന്റെ ഹെഡ് പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കും. ഇനി ക്രോസ് ബ്രിഡ്ജ് എന്ത് ചെയ്യും? ക്രോസ് ബ്രിഡ്ജ് പുൾസ് ദ ആക്റ്റിൻ ഫിലമെന്റ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എ ബാൻഡ്. എ ബാൻഡിന്റെ സെന്ററിലേക്ക് ആക്റ്റിൻ ഫിലമെന്റ്സിനെ വലിച്ചടിപ്പിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഷോർട്ടണിങ് ഓഫ് ദ സാർക്കോമിയർ ഓർ മസിൽ കോൺട്രാക്ഷൻ ഒക്കേഴ്സ്. അപ്പോൾ സാർക്കോമിയർ ഇവിടെ ഡിസ്റ്റൻസ് കുറയുന്നു. നേരത്തെ ഇത് മുതൽ ഇതുവരെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്ന സാർക്കോമിയർ അത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതാ ഇത്രയും കുറഞ്ഞു, അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഇത്രയും കുറഞ്ഞു. അപ്പൊ ഇവിടെ എച്ച് സോൺ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആകുന്നു. ഇനി അടുത്തെന്ത് സംഭവിക്കും? ദ മയോസിൻ റിലീസിംഗ് ദ ADP ആൻഡ് ഇൻ ഓർഗാനിക് ഫോസ്ഫേറ്റ് ഗോസ് ബാക്ക് ടു ഇറ്റ്സ് റിലാക്സ്ഡ് സ്റ്റേറ്റ്. അപ്പം ക്രോസ് ബ്രിഡ്ജ് ഡിറ്റാച്ച് ചെയ്തിട്ട് മയോസിൻ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. ആ സമയത്ത് വീണ്ടും എന്ത് സംഭവിക്കും? എ ന്യൂ ATP ബൈൻഡ്സ്, പുതിയൊരു ATP ബൈൻഡ് ചെയ്യും. അപ്പോൾ ക്രോസ് ബ്രിഡ്ജ് വീണ്ടും അടുത്ത് ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ ഷോർട്ടനിങ് ഓഫ് ദ മസിൽ ഫൈബർ ടേക്സ് പ്ലേസ്. മസിൽ ഫൈബറിന്റെ ഷോർട്ടനിങ് എന്ത് ചെയ്യുന്നു? നടക്കുന്നു. അപ്പൊ ഇവിടെ ഓർക്കുക, മസിൽ ഫൈബറിന്റെ ഷോർട്ടനിങ് നടക്കുമ്പോൾ ഏത് രീതിയിലാണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഏത് രീതിയിലാണ് മാറ്റം ഉണ്ടാകുന്നത്? ഐ ബാൻഡ് നീളമാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്, എ ബാൻഡ് റിട്ടൈൻസ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് റിബ്സ്. റിബ്സിലേക്ക് വരാം. അപ്പൊ റിബ്സിൽ നമുക്ക് ഓർക്കേണ്ടത്, നമുക്ക് 12 പെയർ റിബ്സ് ഉണ്ട്. 12 പെയർ റിബ്സ് ഉണ്ട്. ഈ 12 പെയർ റിബ്സും നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടില് അല്ലെങ്കിൽ ഡോർസൽ സൈഡില് സ്റ്റേണവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വെൻട്രൽ സൈഡില് വെർട്ടിബ്രൽ കോളവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് എസ്പെഷ്യലി തൊറാസിക് വെർട്ടിബ്രയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, കാർട്ടിലേജ് കൊണ്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആ കാർട്ടിലേജിനെ വിളിക്കുന്ന പേരാണ് ഹയാലിൻ കാർട്ടിലേജ്. ഹയാലിൻ കാർട്ടിലേജ് കൊണ്ടാണ് ഫ്രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ബാക്ക് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഡോർസൽ സൈഡിലും വെൻട്രൽ സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡോർസൽ സൈഡിൽ സ്റ്റേണവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വെൻട്രൽ സൈഡിൽ വെർട്ടിബ്രൽ കോളവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അറ്റാച്ച്മെന്റിന് പ്രത്യേകതയുണ്ട്. ആദ്യത്തെ 7 പെയേഴ്സ് ഓഫ് റിബ്സ് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേണവുമായിട്ട് കാർട്ടിലേജ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവയെ നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കും. ട്രൂ റിബ്സ് എന്ന് വിളിക്കും. First 7 pairs of ribs are called true ribs, directly attached to the sternum. ഇനി 8, 9, 10 റിബ്സ്, അത് സ്റ്റേണവുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഇല്ല, ബട്ട് ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു സ്റ്റേണം ത്രൂ 7th വെർട്ടിബ്രൈ. 7ാമത്തെ വെർട്ടിബ്രയിലാണ് ഇത് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കാർട്ടിലേജ് 8, 9, 10ന്റെ കാർട്ടിലേജ് 7ാമത്തെ വെർട്ടിബ്രയിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് 7ാമത്തെ വെർട്ടിബ്രൈ വഴിയാണ് ഇത് സ്റ്റേണവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ
ഫാൾസ് റിബ്സ് എന്നാ വിളിക്കുക, അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് വിളിക്കും. കാരണം വെർട്ടിബ്രയുടെ ഭാഗത്ത് മാത്രമാണ് കോൺട്രൽ മീൻസ് കോൺട്രോസൈറ്റ്സ് മീൻസ് കാർട്ടിലേജ്. വെർട്ടിബ്രയുടെ സൈഡിൽ മാത്രം കാർട്ടിലേജ് കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്നുള്ള പേരിലും അറിയപ്പെടാം. 8th, 9th, 10th പെയർ നോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു സ്റ്റേണം. ഇനി 11th and 12th പെയർ 11ഉം 12ഉം പെയർ നോട്ട് കണക്റ്റഡ് ടു സ്റ്റേണം. അത് ഫ്രണ്ടിൽ സ്റ്റേണവുമായിട്ട് കണക്ഷൻ ഇല്ല, വെർട്ടിബ്രയുമായിട്ട് മാത്രമാണ് കണക്ഷൻ. അതുകൊണ്ട് ഇതിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കുന്നു. 11 and 12 പെയർ. ഇത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു കാർട്ടിലേജിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ റിബ്സ് ബൈസിഫാലിക് ആണെന്ന് പറയും. ആ ഒരു ടേം ഓർമ്മിക്കണം. റിബ്സ് ഈസ് ബൈസിഫാലിക്. എന്തുകൊണ്ടാണ് റിബ്സിനെ ബൈസിഫാലിക് എന്ന് വിളിക്കുന്നത്? അപ്പൊ ഇവിടെ ഓർക്കുക, ഫ്രണ്ട് സൈഡിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഡോർസൽ സൈഡില് അതുപോലെ തന്നെ വെൻട്രൽ സൈഡിലും ഇതിന് ആർട്ടിക്കുലേഷൻ സർഫസ് ഉണ്ട്. ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും മൂവ് ചെയ്യാനുള്ള സർഫസ് ഉള്ളത് കൊണ്ടാണ് ഈ റിബ്സിനെ നമ്മൾ ബൈസിഫാലിക് റിബ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹാസ് 2 ആർട്ടിക്കുലേഷൻ സർഫസസ് ഓൺ ഇറ്റ്സ് ഡോർസൽ എൻഡ് ആൻഡ് ഈസ് ഹെൻസ് കാൾഡ് ബൈസിഫാലിക്. ഇപ്പൊ 2 ആർട്ടിക്കുലേഷൻ സർഫസ് ഉള്ളത് കൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? ബൈസിഫാലിക് എന്ന് വിളിക്കുന്നു. പ്രത്യേകിച്ചും ഡോർസൽ സൈഡിൽ നോക്കൂ, ഇവിടെ 2 ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഉണ്ട്. വെൻട്രൽ സൈഡിലും ഡോർസൽ സൈഡിലും കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഡോർസൽ സൈഡിൽ ഇവിടെ 2 ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഉണ്ട്. ഫ്രണ്ട് സൈഡിൽ 2 ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഉള്ളത് കൊണ്ട് ഇതിനെ ബൈസിഫാലിക് റിബ്സ് എന്നാണ് വിളിക്കുക. ഹയാലിൻ കാർട്ടിലേജ് ഓർമ്മിക്കുക, ഇത് കണക്ട് ചെയ്തിരിക്കുന്ന കാർട്ടിലേജിനെ വിളിക്കുന്ന പേരാണ് ഹയാലിൻ കാർട്ടിലേജ്. ഇത്രയും കാര്യങ്ങൾ റിബ്സിനെ കുറിച്ച് ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി ജോയിന്റ്സിലേക്ക് വരുമ്പോൾ 3 ടൈപ്പ് ജോയിന്റ്സ് ഉണ്ട്. ഫൈബ്രസ് ജോയിന്റ്സ്, കാർട്ടിലേജിനസ് ജോയിന്റ്സ്, സിനോവിയൽ ജോയിന്റ്സ്. 3 ടൈപ്പ് ജോയിന്റ്സ് ആണ്. ജോയിന്റ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫൈബ്രസ് ജോയിന്റ്സ്, കാർട്ടിലേജിനസ് ജോയിന്റ്സ്, സിനോവിയൽ ജോയിന്റ്സ്. അപ്പൊ ഫൈബ്രസ് ജോയിന്റ്സ് കാണുന്നത് നമ്മുടെ സ്കള്ളിലാണ്. ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. ഈ ജോയിന്റ്സിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. ഇവിടെ ഇത് ഈ രീതിയിൽ പരസ്പരം സ്യൂച്ചേഴ്സ് ഫോം ചെയ്തിട്ടാണ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രത്യേകതയും ഇതിനുണ്ട്, ഓർക്കുക. ഇനി കാർട്ടിലേജിനസ് ജോയിന്റ്സ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കുകളാണ്. വെർട്ടിബ്രൽ കോളത്തില് 2 വെർട്ടിബ്രയെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഡിസ്ക് ആയിട്ടാണ് ഈ ജോയിന്റ്സ് കാണുക. കാർട്ടിലേജ് കൊണ്ടുള്ള ഡിസ്ക് ഉണ്ട്. സ്ലൈറ്റ്ലി മൂവബിൾ, ലിമിറ്റഡ് മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്ന ജോയിന്റ്സ് ആണ് കാർട്ടിലേജിനസ് ജോയിന്റ്സ്. ഇനി സിനോവിയൽ ജോയിന്റ്സ് ആണ് മേജർ കാറ്റഗറിയിൽ വരുന്നത്. സിനോവിയൽ ജോയിന്റ്സ് ഫ്രീലി മൂവബിൾ ജോയിന്റ്സ് ആണ്. ഇത് 2 ബോണിന്റെയും എൻഡിൽ കാണുന്ന ഒരു സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനകത്താണ് ഈ ജോയിന്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത്. ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമുക്ക് 2 സ്ഥലത്ത് കാണാൻ സാധിക്കും. ഒന്ന് നമ്മുടെ കൈയുടെ ഇവിടുത്തെ ബോണിന്റെ പേരറിയാം, ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറയുന്ന ബോൺ ഇവിടുത്തെ ഒരു ഗേർഡിലുണ്ട്, ദാറ്റ് ഈസ് പെക്ടറൽ ഗേർഡിൽ. ഈ പെക്ടറൽ ഗേർഡിലുമായിട്ട് ഉള്ള ആർട്ടിക്കുലേഷൻ ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗേർഡിൽ അതിവിടെ നമുക്ക് ഷോൾഡർ ജോയിന്റിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മള് ഇവിടെ കാലിന്റെ ഈ ഭാഗത്ത്, അതായത് ഹിപ്പിന്റെ പോർഷനില് ഹിപ്പ് ജോയിന്റ്, അതായത് ഇവിടെ തൈ ബോൺ, ഫിമർ ബോണും പെൽവിക് ഗേർഡിലുമായിട്ടുള്ള ജോയിന്റും ഏത് ടൈപ്പിൽ വരും? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിൽ വരും. ഇനി ഹിഞ്ച് ജോയിന്റ് ആണ്. ഹിഞ്ച് ജോയിന്റ് നമുക്കിവിടെ കൈമുട്ടിലും കാൽമുട്ടിലും വരുന്ന ജോയിന്റ് ആണ്. അതായത് നീ ജോയിന്റും എൽബോ ജോയിന്റ്. കൈമുട്ടിലെ ജോയിന്റിനെ എൽബോ ജോയിന്റ് എന്ന് വിളിക്കും, കാൽമുട്ടിലെ ജോയിന്റിനെ നീ ജോയിന്റ് എന്ന് വിളിക്കും. ഈ 2 സ്ഥലത്തും കാണുന്ന ജോയിന്റ് എന്ന് പറയുന്നത് ഹിഞ്ച് ജോയിന്റ് ആണ്. ഇനി ഇവിടെ നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളത്തിലെ ഫസ്റ്റ് വെർട്ടിബ്രയെ വിളിക്കുന്ന പേര് അറ്റ്ലസ് എന്ന് വിളിക്കുക. ഇത് നമ്മുടെ സ്കള്ളുമായിട്ട് പെർമനന്റ്ലി ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുക. എന്നാൽ രണ്ടാമത്തെ വെർട്ടിബ്രയുണ്ട് ആക്സിസ്. ആക്സിസിന്റെ പുറത്താണ് ശരിക്കും നമ്മുടെ തല റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ജോയിന്റിനെ പിവറ്റ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്.
ഇവിടെ വെർട്ടിബ്രൽ കോളത്തില് അറ്റ്ലസും ആക്സിസും ഈ രണ്ട് വെർട്ടിബ്രയുടെയും ഇടയിൽ കാണുന്ന ഒരു ജോയിന്റ് ആണ് പിവറ്റ് ജോയിന്റ്. ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റൊട്ടേഷൻ മൂവ്മെന്റ് സാധ്യമാവുന്നു. അതുകൊണ്ടാണ് ഇതിനെ പിവറ്റ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഗ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ട് നമ്മുടെ കൈക്കുഴയില്, അതുപോലെ തന്നെ കാൽക്കുഴയിലും കാണുന്ന കാർപ്പൽസ്. അപ്പൊ ഈ ഭാഗത്തുള്ള ജോയിന്റ്സ് ഒരു ഗ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് ആണ്. ബിറ്റ്വീൻ ദ കാർപ്പൽസ് ഗ്ലൈഡിംഗ് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. ഇനി സാഡിൽ ജോയിന്റ് ഉണ്ട്. സാഡിൽ ജോയിന്റ് എവിടെയാ കാണുക? ഈ കാർപ്പൽ എന്ന് പറയുന്ന ബോണും അതുപോലെ കൈപ്പത്തിയിൽ കാണുന്ന മെറ്റാകാർപ്പൽ എന്ന ബോണുമായിട്ട് ഒരു വഞ്ചി തുഴയുന്നത് പോലത്തെ ഒരു മൂവ്മെന്റ് സാധ്യമാക്കുന്ന ജോയിന്റ് ആണ് സാഡിൽ ജോയിന്റ്. ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തംബ് ആർ സം ഓഫ് എക്സാമ്പിൾസ്. അപ്പൊ ഇതില് ഈ കാറ്റഗറി ഭംഗിയായിട്ട് ഓർത്തു വെക്കേണ്ടതുണ്ട്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണുന്നത് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ കാണാം ഷോൾഡർ ജോയിന്റിൽ കാണാം, ഹിപ്പ് ജോയിന്റിൽ കാണാം. ഹിഞ്ച് ജോയിന്റ് എവിടെ കാണാം? ഇവിടെ എൽബോ ജോയിന്റിൽ കാണാം, അതുപോലെ തന്നെ ഇവിടെ നീ ജോയിന്റിലും കാണാം. പിവറ്റ് ജോയിന്റ് എവിടെ കാണാം? ഇവിടെ ഇവിടെ അറ്റ്ലസും ആക്സിസിനും ഇടയിലായിട്ട് കാണാം, അല്ലെങ്കിൽ നെക്കിൽ കാണാൻ സാധിക്കും. ഇനി ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽസിൽ കാണാം. സാഡിൽ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തംബ് ആണ് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർക്കേണ്ടത്. ഇനി ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലാർ ആൻഡ് സ്കെലറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് 3 പഠിക്കാനുണ്ട്. ഒന്ന് ആർത്രൈറ്റിസ് ആണ്. ആർത്രൈറ്റിസിന് മറ്റ് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സിനുണ്ടാകുന്ന വീക്കം, അതാണ് ആർത്രൈറ്റിസ്, എസ്പെഷ്യലി സിനോവിയൽ ജോയിന്റ്സ്. ഇനി ഓസ്റ്റിയോപോറോസിസ് ഏജ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. എസ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോപോറോസിസ്. ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് ബോഡിയിൽ മെനോപാസ് കഴിയുമ്പോൾ ഡിക്രീസ് ആവുകയും ആ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ ബോൺ മാസ് കുറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെ ബോണിന്റെ കട്ടി കുറയുകയും ചെറിയ വീഴ്ചയുണ്ടായാൽ പോലും ഫ്രാക്ചേഴ്സ്, പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. അപ്പൊ ആ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് വിളിക്കുന്നത്. ഏജ് റിലേറ്റഡ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് ഫ്രാക്ചേഴ്സ്. ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഓക്സിജൻ ഈസ് എ കോമൺ കാസ്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച് ഓർക്കുക. ഇനി ഗൗട്ട്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഡ്യൂ ടു അക്യൂമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഗൗട്ട്. ജോയിന്റ്സിന് വീക്കം ഉണ്ടാവുക കാരണം എന്താണ്? അക്യൂമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ്. ആക്റ്റിൻ തിൻ ഫിലമെന്റ് ഡാഷ് തിക്ക് ഫിലമെന്റ്. അറിയാം, ആക്റ്റിൻ തിൻ ഫിലമെന്റ് ആണ്, മയോസിൻ ആണ് തിക്ക് ഫിലമെന്റ് എന്നുള്ളത്. എഫ് ആക്റ്റിൻ, ജി ആക്റ്റിൻ, മയോസിൻ ഡാഷ്. അപ്പൊ എഫ് ആക്റ്റിന്റെ മോണോമർ ആണ് ജി ആക്റ്റിൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ മയോസിന്റെ മോണോമർ ആണ് മീറോമയോസിൻ എന്ന് വിളിക്കുന്നത്. ഹെഡ് ഓഫ് മീറോമയോസിൻ HMM ആണ്. എന്നാൽ ടെയിൽ ഓഫ് മീറോമയോസിൻ അറിയാം LMM ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. Which complex protein is distributed at regular intervals on the tropomyosin? ട്രോപ്പോമയോസിനിൽ റെഗുലർ ഇന്റർവെല്ലിൽ കാണുന്ന പ്രോട്ടീൻ ഏതെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കാം അതാരാണ്? ട്രോപ്പോണിൻ ആണ്. റൈറ്റ് എനി ടു കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ഇൻവോൾവ്ഡ് ഇൻ മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന 2 കോൺട്രാക്റ്റൈൽ പ്രോട്ടീനിന്റെ പേര്. സംശയമില്ലാതെ ആക്റ്റിനും മയോസിനുമാണ്. ATPase of the muscle is located in. ATPase enzyme എവിടെയാണ് കാണുന്നത്? ആക്റ്റിൻ ആണോ, ട്രോപ്പോണിൻ ആണോ, മയോസിൻ ആണോ, ട്രോപ്പോമയോസിൻ ആണോ? ATPase enzyme കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? മയോസിൻ ഹെഡിലാണ് കാണുക, മയോസിനിലാണ് ATPase enzyme കാണുക. ഐഡന്റിഫൈ ദ ഡയഗ്രാം ഗിവൺ ബിലോ. ലേബൽ A, B ആൻഡ് C. അപ്പൊ ഇവിടെ ഇതുപോലെ എയും ബിയും സിയും ലേബൽ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും എഫ് ആക്റ്റിനും ലേബൽ ചെയ്യാൻ ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മയോസിന്റെ കാര്യത്തിലും ചോദിക്കാം. ABC എന്നതുപോലെ മാർക്ക് ചെയ്തിട്ട് എഴുതാൻ ചോദിക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഇതുപോലെ ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ഫിഗർ A ആൻഡ് P. എയും ബിയെയും ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ നെയിം ദ സബ് യൂണിറ്റ്സ് ഓഫ് A ആൻഡ് B. ഓരോന്നിന്റെ സബ് യൂണിറ്റും എഴുതാൻ ചോദിക്കാം.
ജി ആക്റ്റിനും അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം മീറോമയോസിനും അതിന്റെ സബ് യൂണിറ്റ് ആണെന്നുള്ളത് അറിയാം. ഇനി ക്വസ്റ്റ്യൻ ഇതുപോലെ എക്സ്പെക്ട് ചെയ്യാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് chart showing structure of myosin filament and its protein based on the hints given in the brackets. Light myromyosin, actin, tropomyosin, myromyosin. അപ്പോൾ ഇവിടെ ഓർക്കുക, തിക്ക് മയോസിൻ ഫിലമെന്റ് ആണ് മയോസിൻ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എ എന്നുള്ളത് മാർക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇവിടെ ഹെവി മീറോമയോസിൻ ഉണ്ട്, ഇവിടെ ബി മാർക്ക് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പൊ മയോസിന്റെ മോണോമർ എന്താണ്? മീറോമയോസിൻ എന്നുള്ളത് ഇവിടെ ഫില്ല് ചെയ്യണം. ഹെവി മീറോമയോസിൻ ഇവിടെ എന്ത് വരും? ലൈറ്റ് മീറോമയോസിൻ എന്ന് വരും. ഹെവി മീറോമയോസിനിൽ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ആക്ടിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഇനി ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം. HMM ഉം LMM ഉം ഹെവി മീറോമയോസിനും ലൈറ്റ് മീറോമയോസിനും എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം. The junction between a motor neuron and the sarcolemma of the muscle fiber is called dash. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ എന്നുള്ളത് അറിയാം. ഇനി ഈ രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് യു മീൻ ബൈ ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ? തിരിച്ചു ചോദിക്കാം. വിച്ച് അയോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ മസിൽ കോൺട്രാക്ഷൻ? കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, സിങ്ക് പഠിച്ചു നമ്മൾ. കാൽഷ്യം അയോൺസ് ആണ് മസിൽ കോൺട്രാക്ഷൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അയോൺ എന്നുള്ളത് മനസ്സിലാക്കി. Draw a flowchart showing physiological process involved in the formation of cross bridge during muscle contraction. അപ്പോൾ മസിൽ കോൺട്രാക്ഷന്റെ ആ ഫ്ലോ ചാർട്ട് നന്നായിട്ട് പഠിക്കുക, അത് എഴുതാൻ ചോദിക്കാം. The figure given below shows an important event in the stages of muscle contraction. ഫിഗർ തന്നിട്ട് ഇത് എന്തിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ്? നെയിം ദ ഈവന്റ്. ഏത് ഈവന്റ് ആണ്? ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ആണ്. ലിസ്റ്റ് ദ മേജർ സ്റ്റെപ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ഈവന്റ്. അപ്പൊ ആ ഒരു ഫ്ലോ ചാർട്ടിൽ വരുന്ന മേജർ സ്റ്റെപ്പുകൾ എഴുതുക. എക്സ്പ്ലെയിൻ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി ഓഫ് മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ഷന്റെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ എഴുതിയാൽ മതിയാകും. A contracted muscle becomes shorter and thicker, but its volume remains the same. Which theory explains the process of muscle contraction? ഏത് തിയറിയാണ്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഐഡന്റിഫൈ 2 കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ സീൻ ഇൻ മസിൽസ്. ആരൊക്കെയാണ്? ആക്റ്റിനും മയോസിനും. ഇനിതാ ഇതുപോലെ ഈവൻസ് തന്നിരുന്നിട്ട് നിങ്ങളോട് അതിനെ കറക്റ്റ് ആക്കാൻ പറയാം. മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മസിൽ കോൺട്രാക്ഷൻ ആർ ഗിവൺ ബിലോ വിച്ച് ആർ നോട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ. അറേഞ്ച് them in the correct order. Remove the mask of active sites of binding myosin, a signal sent out by CNS, binding of calcium with troponin, release of a neurotransmitter substance, release of Ca+ in the sarcoplasm. അപ്പോൾ ആ ഫ്ലോ ചാർട്ടിൽ വരുന്ന കാര്യങ്ങൾ അതേ സീക്വൻസിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഇതുപോലെ ഓർഡർ കറക്റ്റ് ചെയ്യാൻ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതാൻ സാധിക്കും. The figure given below shows the muscle fiber in the relaxed state. Redraw the figure in maximally contracted state. നേരത്തെ പറഞ്ഞില്ലേ, ഈ ഫസ്റ്റ് ഫിഗർ തന്നിരുന്നിട്ട് സെക്കൻഡ് ഫിഗർ വരയ്ക്കാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ H സോൺ എന്ന് പറയുന്ന സോണ് അപ്രത്യക്ഷമാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ആക്റ്റിൻ ഫിലമെന്റിനെ പരസ്പരം എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്ത് ഇവിടെ വരയ്ക്കണം. അപ്പോൾ എന്തായി? കോൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ആയി. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യുക? കുറച്ച് വരയ്ക്കുക. ആദ്യത്തെ അതിന്റെ വിഡ്ത്തിനെക്കാളും കുറച്ചുകൂടെ വിഡ്ത്ത് കുറച്ച് റിലാക്സ്ഡ് സ്റ്റേറ്റ് വരയ്ക്കുക. Based on the diagram given below, can you write down the structural changes occurring in the sarcomere during muscular contraction? ഇപ്പോൾ സാർക്കോമിയറിനുണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് എന്തെങ്കിലും 2 ചേഞ്ചസ് എഴുതുവാൻ എന്നുള്ളതാണ്. ഇപ്പോൾ സാർക്കോമിയറിന്റെ എന്ത് ചെയ്യുകയാണ്? ലെങ്ത് കുറയുകയാണ്. സാർക്കോമിയർ ലെങ്ത് കുറയുകയാണ്, ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ആക്റ്റിൻ ഫിലമെന്റ് എന്ത് ചെയ്യുന്നു? പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നു. H സോൺ ഡിസപ്പിയർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതിയാൽ മതിയാവും. ഇനി ഹ്യൂമൻ ഹാവ് ഡാഷ് പെയർ ഓഫ് റിബ്സ്. എത്ര പെയർ റിബ്സ് ഉണ്ട്? 12 പെയർസ് ഓഫ് റിബ്സ് ഉണ്ട്, അറിയാം. ഇതുപോലെ ഫിഗർ തന്നിരുന്നിട്ട് ABC ട്രൂ റിബ്സും ഫാൾസ് റിബ്സും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് റിബ്സും മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹ്യൂമൻ റിബ്സ് ആർ കാൾഡ് ബൈസിഫാലിക്. എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിബ്സിനെ ബൈസിഫാലിക് എന്ന് വിളിക്കുന്നത്? ഇവിടെ ഡോർസൽ സൈഡിൽ എന്തുണ്ട്? 2 ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് റിബ്സിലുണ്ട്. അതുകൊണ്ടാണ് അതിനെ ബൈസിഫാലിക് എന്ന് വിളിക്കുന്നത്. With respect to rib cage, explain the following. Bicephalic ribs, true ribs, floating ribs. എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഇതുപോലെ കറക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം.
Rewrite the given sentences if there is any mistake in the underlined part. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ. ഹ്യൂമൻ ഹാവ് 12 pairs of ribs. മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല, 12 pairs of ribs തന്നെ. ഫസ്റ്റ് 7 pairs of ribs are called floating ribs. അത് ശരിയാണോ? അല്ല അല്ലേ. ഫസ്റ്റ് 7 pairs of ribsനെ നമ്മൾ ട്രൂ ribs എന്നാ വിളിക്കുക. The 8th, 9th, 10th pair of ribs is called true ribs. അത് ശരിയാണോ? അല്ല. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലോട്ടിംഗ് റിബ്സ്, ഫാൾസ് റിബ്സ് എന്നാണ് വിളിക്കുക. ലാസ്റ്റ് 2 pairs of ribs are called floating ribs. അത് കറക്റ്റ് ആണ്. ഇനി ഇതുപോലെ മാച്ച് ചെയ്യാൻ ചോദിക്കാം. ഫസ്റ്റ് 7 pairs of ribs ഏത് കാറ്റഗറിയിൽ വരും? ട്രൂ റിബ്സ്. 8th, 9th, 10th pair of ribs ഏത് കാറ്റഗറിയിൽ വരും? വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. ആ പേര് ഓർമ്മിക്കണം. ഫാൾസ് റിബ്സിനെ തന്നെ നമ്മൾ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്നും വിളിക്കും. 11th, 12th pair of ribsനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കും. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മൂവബിൾ ജോയിന്റ് പ്രസന്റ് ബിറ്റ്വീൻ ദ അറ്റ്ലസ് ആൻഡ് ആക്സിസ്? ഇവിടെ അറ്റ്ലസിനും ആക്സിസിനും ഇടയിലുള്ള ജോയിന്റ് ഏതാണ്? പഠിച്ചു അല്ലെ? പിവറ്റ് ജോയിന്റ് ആണ്. ഗീവ് 2 examples ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. സിനോവിയൽ ജോയിന്റ്, മസ്കുലാർ പ്രോട്ടീൻസ്. 2 സിനോവിയൽ ജോയിന്റിന് എക്സാമ്പിൾ പറയാം. ഏതൊക്കെ പറയാം? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് പറയാം, ഹിഞ്ച് ജോയിന്റ് പറയാം, ഗ്ലൈഡിംഗ് ജോയിന്റ് പറയാം, സാഡിൽ ജോയിന്റ് പറയാം. മസ്കുലാർ പ്രോട്ടീൻസിന് എക്സാമ്പിളോ? ആക്റ്റിനും മയോസിനും. ഇനി ഇതുപോലെ ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, സാഡിൽ ജോയിന്റ്, പിവറ്റ് ജോയിന്റ്, ജോയിന്റ് ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്രേ. അപ്പൊ ഇതാ ഏതാ ഓഡ് വൺ ആയിട്ട് വരിക? ഇവിടെ ജോയിന്റ് ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്രേ. കാരണം എന്താണ്? ഇത് കാർട്ടിലേജിനസ് ജോയിന്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? സിനോവിയൽ ജോയിന്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഗൗട്ട്, ആർത്രൈറ്റിസ്, ആസ്മ, ഓസ്റ്റിയോപൊറോസിസ്. എന്താ വ്യത്യാസം? ഏതാണ് ഓഡ് വൺ? ആസ്മയാണ് അല്ലെ. കാര്യം എന്താണ്? അത് നമ്മുടെ റെസ്പിറേഷൻ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസോർഡർ ആണ്. ബാക്കിയെല്ലാം നമ്മുടെ സ്കെലിറ്റൽ മസ്കുലാർ ഡിസോർഡേഴ്സ് ആണ്. ഇനി ഇതുപോലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്? ഹിഞ്ച് ജോയിന്റ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗൈഡിൽ. ഹ്യൂമറസും പെക്ടറൽ ഗൈഡിനും ഇടയിലുള്ള ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. ശരിയാണോ? അല്ല. ഈ ജോയിന്റ് എന്ത് ജോയിന്റ് ആണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. പിവറ്റ് ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ്, ആക്സിസ് ആൻഡ് ഓസിപിറ്റൽ കോണ്ടൈൽ. അത് ശരിയാണ് അല്ലെ. അറ്റ്ലസിനും ആക്സിസിനും ഇടയിൽ വരുന്നതാണ് പിവറ്റ് ജോയിന്റ്. ദെൻ ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ ദ കാർപ്പൽ, കാർപ്പലിനിടയിൽ വരുന്നതാണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. സാഡിൽ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. അപ്പൊ അതും കറക്റ്റ് ആണ്. നീ ജോയിന്റ് ആൻഡ് എൽബോ ജോയിന്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ്. നീ ജോയിന്റും എൽബോ ജോയിന്റ്. നീ ജോയിന്റ് ഏതാണ്? ഇവിടത്തെ ജോയിന്റ് അല്ലെ. ഇവിടത്തെ ജോയിന്റ് നീ ജോയിന്റ്, കാൽമുട്ടിലെ ജോയിന്റ്. എൽബോ ജോയിന്റ് കൈമുട്ടിലെ ജോയിന്റ്. ഏതിന് എക്സാമ്പിൾ ആണ്? ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. In old age, people often suffer from stiff and inflamed joints. What is this condition called? A condition എന്ത് പേരിലാ വിളിക്കുക? ഓസ്റ്റിയോപോറോസ്. സോറി, ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്നാണ് വിളിക്കുക. ഇൻഫ്ലെയിംഡ് ജോയിന്റ്സ്. The important finding in the case sheet of 2 patients, A and B, show that both are suffering from the disorder of the skeletal system. Patient A is suffering from inflammation of the joint due to accumulation of uric acid crystal. Patient B shows decreased bone mass and decreased level of estrogen. Identify the disorder or disease of A and B. എയുടെയും ബിയുടെയും ഡിസീസ് ഏതാന്ന് ആ തന്നിരിക്കുന്ന ക്യാരക്ടർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റും അക്യൂമുലേഷൻ ഓഫ് യൂറിക് ആസിഡും വരുന്ന ഏതാണ്? ഗൗട്ടിലാണ് അല്ലെ. ഇനി ഇവിടെയോ ഡിക്രീസ്ഡ് ബോൺ മാസും ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഓസ്ട്രജനും വരുന്നതോ ഓസ്റ്റിയോപോറോസിസിലാണ്. ഇവിടെ ഇതിങ്ങനെ മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. ആർത്രൈറ്റിസ്, inflammation of joints due to accumulation of uric acid crystals. Inflammation of joints, age-related disorder characterized by decreased bone mass. Arthritis എന്താണ്? Inflammation of joints. Osteoporosis ഏതാണ്? Age-related disorder characterized by decreased bone mass. Gout ഏതാണ്? Inflammation of joints due to accumulation of uric acid crystals. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. For video lessons, please subscribe TLP's biology classes. Thank you.